നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചുറ്റുപാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ, അലങ്കോലങ്ങൾ, സോഷ്യൽ മീഡിയകളിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, എത്ര മലീമസമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നാട്, ഈ കേരളം ഇന്നും ഇന്നലെയും ഒന്നും മുസ്ലിമീങ്ങളെ അറിയാൻ തുടങ്ങിയ നാടല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ ഖുബൈസിന്റെ താഴ്വാരത്ത് മക്കക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു ഏകനാണ്, ആ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ് ഞാനെന്ന് ഉദ്ഘോഷിക്കുന്ന കാലം മുതൽ അല്ല അതിനപ്പുറവും അറബികൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ ലോകം നെഞ്ചേറ്റുന്നതിനും എത്രയോ കാലം മുമ്പ് നമ്മുടെ തീരങ്ങളിൽ വന്നിറങ്ങിയ അറബികളെ സംബന്ധിച്ച് നമ്മുടെ നാടിന്റെ ചരിത്രം പറയുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുനർനിർമ്മാണം നടത്തുന്ന കാലത്ത് നല്ല തടികൾ തേടി അറബികളായ വ്യാപാരികൾ നമ്മുടെ തീരങ്ങളിൽ വന്നതിന്റെ ചരിത്രം നമ്മൾക്ക് പറയാനുണ്ട്. ആ എല്ലാത്തിലുമുപരി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ആരംഭിച്ചു. മക്കത്തുൽ മുക്കറമ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, വെളിച്ചത്തിന്റെ പർവ്വങ്ങളിലേക്ക് പ്രവാചകർ കൈപിടിച്ചു നടന്ന ആ കാലത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കാലത്ത് മഹാനരായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. കേരളം മുസ്ലിമീങ്ങളെ അറിയുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനബി അനുയായികളുടെ പാദമുദ്രകൾ പതിഞ്ഞ ഇടമാണ് നമ്മുടെ നാട്. ഇന്ത്യ രാജ്യത്തേക്ക് സ്വാത്വികരായ സൂഫി വര്യന്മാർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നവരെല്ലാം സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും വക്താക്കളായി ഈ രാജ്യത്തെ മുഴുവനും ചേർത്തു പിടിച്ചിട്ടുണ്ട്. മഹാന്മാരായി നമ്മുടെ മസാറുകളിൽ മറപ്പെട്ടു കിടക്കുന്നവരുടെ എല്ലാം അരികിലേക്ക് നിങ്ങൾ നോക്കൂ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാന്യരായ ഔലിയാക്കളിൽപ്പെട്ടവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർ. അവരുടെ മസാറിലേക്ക് ശാന്തി തേടി വരുന്നവർ ആരൊക്കെയാണ്? അതിലെല്ലാം മതസ്ഥരുമുണ്ട്. കാരണം അവർക്കറിയാം, മുൻഗാമികളിൽ നിന്ന് കേട്ട പരിചയമടക്കം ഈ മസാറിലേക്ക് കാരുണ്യം തേടി വന്നാൽ കരുണ തരാതെ മാറ്റി നിർത്തുന്ന ഇടമല്ല എന്ന് കേട്ടതുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മറപ്പെട്ടു കിടക്കുന്ന മഹാരഥന്മാരുടെ മസാറുകളിലേക്ക് ജാതിമത ഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. ആ മസാറുകളിൽ നിന്നുകൊണ്ട് അവരുടെ ആവലാദികൾ പറയാറുണ്ട്. കുറി തൊട്ടവരും കുരിശു വരച്ചവരും മഹാന്മാരുടെ മസാറുകളിൽ വന്ന് കരളുപൊട്ടി സങ്കടങ്ങൾ പറയാറുണ്ട്. ആ സങ്കടങ്ങൾ നിവർത്തി കിട്ടുന്ന നേരത്ത് സന്തോഷ സൂചകമായി പലപ്പോഴും പള്ളികളുടെ മുറ്റത്തേക്ക് അവർ ഓടി വരാറുണ്ട്. മഹാന്മാരുടെ അനുസ്മരണങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കണം? എന്തുകൊണ്ട് അവരുടെ ചരിത്രങ്ങളെ അയവിറക്കണം? എന്തുകൊണ്ട് അവർ ആഘോഷിക്കപ്പെടണം? സമകാലിക കേരളത്തിന്റെ സംഭവ വികാസങ്ങളടക്കം നമ്മളോട് ചരിത്രം പറഞ്ഞു തരുകയാണ്. ഇടയടുപ്പമുള്ള ചരിത്രങ്ങളെ കൂടുതൽ പറയേണ്ട നേരമായിരിക്കുന്നു. മഹാന്മാരുടെ മസാറുകളിൽ കൂടുതൽ ആഘോഷങ്ങൾ നടക്കേണ്ട നേരമായിരിക്കുന്നു. അവരുടെ മനാഖിബുകളും അവരുടെ പുകഴ്ചകളും പറയാൻ ആളുകൾ ഉണ്ടാകേണ്ട നേരമായിരിക്കുന്നു. കാരണം എന്താണ്? കാലങ്ങൾ ഇത്രയും ഈ മണ്ണിൽ കടന്നു വന്ന പ്രവാചകരുടെ കാലം മുതൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സഹിഷ്ണുതയുടെ വക്താക്കളായി കടന്നു വന്ന മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തെ ഭരിക്കാൻ ഭാഗ്യം കിട്ടിയവരിൽ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളുണ്ട്. സഹിഷ്ണുതയോടെ ഇവിടെ എല്ലാവരോടും വർത്തിച്ചതിന്റെ ചരിത്ര വർത്തമാനങ്ങളെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം അടങ്ങുന്ന വലിയൊരു സമൂഹം സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, ശാന്തിയോടെ അവരെല്ലാവരും താമസിക്കുന്ന ഇടത്ത് പരസ്പരം അവരെ തമ്മിലടിപ്പിക്കാൻ നുണക്കഥകൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഭക്ഷണം വിളമ്പുന്നത് തുപ്പിയിട്ടാണത്രേ. നിങ്ങളെല്ലാവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോലാഹലങ്ങളൊക്കെ കേൾക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. അതിൽ പോലും തുപ്പാൻ പഠിപ്പിക്കാത്ത ഒരു മതമാ മനുഷ്യൻ ഭക്ഷിക്കാൻ എടുത്തു വെച്ച ഭക്ഷണ സാധനങ്ങളിൽ തുപ്പുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം വിഡ്ഢിത്തമാണ്, അതിന്റെ പിന്നിലുള്ളത് വിവരക്കേടാണ് എന്ന് സമൂഹത്തോടുറക്കെ പറയേണ്ട സമയമായിട്ടുണ്ട്. നാം ഓരോരുത്തരും തിരിച്ചറിയ
തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ്. നുണക്കഥകളുടെ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിവിടെ മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോ മനുഷ്യഹൃദയങ്ങളെ ചേർത്തു പിടിച്ച മഹാരഥന്മാരുടെ മസാറുകളിൽ ആഘോഷങ്ങളുടെയും മനാഖിബുകളുടെയും ചീരണികൾ വിതരണം ചെയ്യുന്നതിന്റെയും ഉജീനം വിതരണം ചെയ്യുന്നതിന്റെയും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെയും കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരേണ്ട സമയങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ കാലത്തും നുണകളിലൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനങ്ങളെ ഊതിക്കെടുത്താൻ ഇവിടെ പല ആളുകളും എല്ലാ കാലത്തും വിവാദങ്ങൾക്കുമേൽ ഉയർന്നു നിന്ന മഹിതമായ ഇസ്ലാം നിങ്ങൾ നോക്കൂ. ക്രൈസ്റ്റ് ചർച്ച് എന്ന ന്യൂസിലൻഡിലെ പള്ളിയിലേക്ക് ഒരാൾ തോക്കുമായി കടന്നു ചെല്ലുന്നു. ന്യൂസിലൻഡിലെ പള്ളിയിൽ വെടിവെപ്പ് നടത്തിയിട്ട് 40ഓളം നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീണു. ആ മരിച്ചു വീണ മനുഷ്യർക്ക് ശേഷമാണ് ശരിയായ വിശുദ്ധ ഖുർആൻ എന്താണ്, ബാങ്ക് എന്താണ്, നിസ്കാരം എന്താണ് എന്ന് ന്യൂസിലൻഡിലെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയത്, വിശുദ്ധമായ ഇസ്ലാമിനെ അടുത്തറിയാൻ തുടങ്ങിയത്. ന്യൂസിലൻഡിന്റെ പാർലമെന്റിൽ ഖുർആൻ മുഴങ്ങിയതിന്റെ കാരണം എന്താണ്? 40ഓളം വരുന്ന നിരപരാധികളായ മനുഷ്യരുടെ രക്തം ആ ഭൂമിയിൽ വീണതിന് ശേഷം നമ്മുടെ സമൂഹത്തിന്റെ നടുത്തളത്തിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതറുന്നവരെ തീരുമാനമെടുത്ത് കൈകാര്യം ചെയ്യേണ്ടത്, തീരുമാനം കൈക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്, നിയമപരമായി അവരെ നിയമപ്രകാരമുള്ള ശിക്ഷാവിധികൾ കൊടുത്ത് സമൂഹത്തിൽ അവർ വിതറുന്ന വിഷങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അത് ആലോചിക്കേണ്ട വിഷയമാണ്. വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന് സമ്മാനിച്ചതെന്താണ്? ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങളുടെ മുഴുവനും മറുപുറം എല്ലാ കാലത്തും സത്യത്തെ മാത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞു വിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം വിളിച്ചു പറഞ്ഞ സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ സത്യത്തിന്റെ സന്ദേശം എല്ലാ ജനങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യരെ, നിങ്ങൾ ഒന്നാണ്. നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നും വന്നവരാണ്. നിങ്ങൾ പകുത്തുവെക്കപ്പെടേണ്ട മനുഷ്യരല്ല. ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസാ. എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളെ വിശുദ്ധമായ ഇസ്ലാം പൊളിച്ചു കളയുകയാണ്. ഇവിടെ എല്ലാ മനുഷ്യരും സമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണ്. മക്കത്തുൽ മുക്കറമയിൽ പ്രവാചകരുടെ പ്രഖ്യാപനമാണ്. ഓ മനുഷ്യ, നിങ്ങളൊന്നാണെന്ന് വിശുദ്ധ ഖുർആൻ. പേരും പെരുമകളും കൊണ്ട് നിങ്ങൾ വലിയവരാണെന്ന് ധരിക്കേണ്ടതില്ല. നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നവരെയൊന്നും നിസ്സാരമായി നിങ്ങൾ ഗണിക്കേണ്ടതില്ല. നിങ്ങളാരാണ്? നിങ്ങളൊരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. വിശുദ്ധ ഖുർആൻ. ചില ആളുകൾ വിചാരിച്ചത് ഹറാമ് ഹലാല് എന്ന് പറഞ്ഞാൽ ഈ കോഴി അറുക്കുന്നതും ആടിനെ അറുക്കുന്നതും അതുപോലെ ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെയാണ് ഹലാല് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോയൊരു വിഭാഗം ആളുകൾ. ഹലാൽ എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിൽ മാത്രമല്ല, മുസ്ലിമിന്റെ വാക്കും പ്രവൃത്തിയും ജീവിതവും ഹലാൽ. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉടനീളമുള്ളതാണ് ഹലാൽ. ഹലാല് ഞങ്ങൾ തടയുമെന്ന് ചില ആളുകളുടെ മുദ്രാവാക്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വിഷയം എന്ന് കൃത്യമായി പഠിച്ചിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ലാത്ത ആളുകളാണ് ഇന്ന് ഹലാലും ഹറാമും ഒക്കെ പറയും. നിങ്ങൾ നോക്കൂ, പല മതങ്ങൾക്കും ഇവിടെ മൃഗങ്ങളെ അറുക്കാൻ പല രീതികളുണ്ട്. സിഖ് സമുദായം അവരുടെ രീതിശാസ്ത്രം അനുസരിച്ചാണ്, മതശാസ്ത്രം അനുസരിച്ചാണ് അവർ മൃഗങ്ങളെ അറുക്കുന്നത്. അതേ അവർക്ക് കഴിക്കാൻ പറ്റും. ഛഡ്ക എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് സഞ്ചരിച്ചാൽ അവിടെയുള്ള പല ഹോട്ടലുകളിലും ലഭിക്കുന്ന മാംസം സിഖുകാരുടെ മതനിയമപ്രകാരം അറുത്ത മാംസമാണ്. നിങ്ങൾ നോക്കൂ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ ജൂതന്മാരായ ആളുകൾ, അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ അറുത്ത മാംസമാണ് അവർ കഴിക്കുക. അതിന് നിയമങ്ങളുണ്ട്. വെറും ജൂതനെ പറ്റൂല, നല്ല ജൂതനായിരിക്കണം. ജൂതൻ അറുത്ത മാംസമേ ജൂതൻ കഴിക്കൂ, അതവരുടെ നിയമമാണ്. ആ നിയമപ്രകാരമുള്ള മാംസമാണ് ജൂതന്മാർ കഴിക്കുക.
അങ്ങനെ ലോകത്ത് വ്യത്യസ്തമായ കൾച്ചറുകൾ എല്ലാ കാലത്തും ഉണ്ട്. പരസ്പരം എല്ലാവരും ഉൾക്കൊള്ളാറുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ഹലാലും ഹറാമും ഇന്നും ഇന്നലെ അല്ല. ചില ആളുകളുടെ സംവാദങ്ങളും സംശയങ്ങളും കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. നമ്മുടെ ഹോട്ടലിന്റെ മുമ്പിലൊക്കെ പിന്നെ ബോർഡ് വെച്ചത് എന്തിനാ? മുസ്ലിമീങ്ങൾക്ക് കൂടി കഴിക്കാൻ പറ്റിയ ഭക്ഷണം ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പാനീയം, ഒരു ഗ്ലാസ് മദ്യം, ഇത് രണ്ടും ഇവിടെ ഇരിക്കുന്നു വിചാരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് മദ്യം, ഒരു ഗ്ലാസ് സാധാരണ വെള്ളവും. ഒരാള് ഇത് രണ്ടും മദ്യമല്ല, ഇത് വെള്ളമാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്, മദ്യത്തിന്റെ അടുത്തിരുന്നത് കൊണ്ട് മദ്യമാണ് എന്ന് കരുതി പോകല്ലേ എന്ന് കാണിക്കാൻ അതിന്റെ മേലിൽ ഇത് ഹലാലാണ് എന്ന് എഴുതി വെച്ചാൽ അതെങ്ങനെയാണ് അപരാധാവ്? നമ്മുടെ നാടൊക്കെ സുബ്ഹാനല്ലാഹ് ഇല്ലാത്ത നുണകളും ഇല്ലാത്ത കഥകളും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടുപ്പിച്ച് മതകീയമായി വർഗീയമായി വേർതിരിക്കുക. ആ വേർതിരിവിന്റെ ഇടയിലൂടെ അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടകളെ നടപ്പാക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാരികമായി അവരെ ഇങ്ങനെ വൈകാരികതയുടെ മേൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളെയും, ജീവൽ പ്രശ്നങ്ങളെ മുഴുവനും അതിന്റെ പിന്നിലൂടെ മൂടിക്കളയാം. മറ്റു ചർച്ചകളൊന്നും വരരുത്. ഇവരെല്ലാ കാലത്തും വൈകാരികമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ NRC, അടുത്തത് CAA, അതിനപ്പുറത്ത് ഹലാല്. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പിറകിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള തത്വശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് ഹലാൽ എന്ന് പറഞ്ഞാൽ, അനുവദനീയമായത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുമുള്ള ഹൈന്ദവരായ ആളുകൾക്ക് അതിനെ വ്യക്തമായി വിശാലമായി തന്നെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ പേരിലാണ് ഈ കഥകളും ഇല്ലാ കഥകളും നുണകളും ഒക്കെ പറഞ്ഞത്. അർത്ഥതല്ലാത്ത, കുത്തിച്ചത്തതോ വഴിയിൽ കിടക്കുന്നതോ മോശമായതോ മ്ലേച്ഛമായതോ നിങ്ങളൊക്കെ മിഹ്റാബിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ. നമ്മുടെ വസ്ത്രം ഹലാലായിരിക്കണം. ആലോചിച്ചു നോക്കൂ, നാളെ മുതൽ ഹലാലായ വസ്ത്രം അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വെഡിത്ത. ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട്, പലിശയല്ലാത്ത എന്റെ അധ്വാനം കൊണ്ട് ഞാനൊരു വസ്ത്രം വാങ്ങി ധരിക്കാന്ന് പറഞ്ഞാൽ ഹലാലായ വസ്ത്രമാണ്. നേരെ മറിച്ച് ഒരാളുടെ വസ്ത്രം, ഞാൻ ഉസ്താദിന്റെ വസ്ത്രം എടുക്കാന്ന് വിചാരിക്കാം, ഉസ്താദിന്റെ അനുമതിയില്ലാതെ ഉസ്താദിന്റെ വസ്ത്രം എടുത്തു നിങ്ങൾ വിചാരിച്ചോ? അത് ഹറാമാണ്. അതിട്ടുകൊണ്ട് നടത്തുന്ന ആരാധനകൾക്ക് വരെ ചർച്ചകൾ വേറെ ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഹലാല് ഭക്ഷണത്തിൽ മാത്രമാണ് എന്ന് സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ചില ആളുകൾ ഇങ്ങനെയാണല്ലോ നുണകളെ പറഞ്ഞ് പ്രചരിപ്പിച്ച്, വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ വർഗീയത കുത്തി നിറയ്ക്കുക. എന്നാലോ ശരിയായ മഹാന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? മഹാന്മാരുടെ ജീവിതത്തിന്റെ ആശയങ്ങളുടെ, അവര് ലോകത്തോട് സംവദിച്ച ശൈലികളുടെ ലോകം നമ്മളോട് പറയുന്നത് കണ്ടില്ലേ? അവരുടെ ജീവിതം എത്രത്തോളം മറ്റുള്ള മതസ്ഥരെ ഉൾക്കൊണ്ടതായിരുന്നു. കുഞ്ഞായി മുസ്ലിയാരെന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. കുഞ്ഞായി മുസ്ലിയാർക്ക് ഒരു നൂൽമദ്ഹ് ഉണ്ട്. അങ്ങനെ ഒരു കാവ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുഞ്ഞായി മുസ്ലിയാർക്ക് ഒരു നൂൽമദ്ഹ് ഉണ്ട്. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂൽ എന്ന വാക്ക് അത് തമിഴാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. നൂൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയിട്ട് അതിന് പേര് കൊടുത്തത് നൂൽ മദ്ഹ് എന്നാണ്. അങ്ങനെയാണ് മൊയ്ൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടിൽ 12ഓളം ഭാഷകളുണ്ട്. ആധുനിക പാട്ടുകാരുടെ ഭാഷയല്ല, മൊയ്ൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ട് 12 ഭാഷകൾ. തമിഴും സംസ്കൃതവും അറബിയും മലയാളവും ചെന്തമിഴും തമിഴിന്റെ വകഭേദങ്ങളും എല്ലാം ചേർന്നതായി. അത്രയും ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു മൊയ്ൻകുട്ടി വൈദ്യർ. അതുപോലെ നൂൽമദ്ഹ് രചിച്ചിട്ട് മഹാനരായ കുഞ്ഞായി മുസ്ലിയാർ അത് ആദ്യം പാടിക്കൊടുത്തത് മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനായി. മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് കേട്ടത്. ആ മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനാണ് സാമൂതിരിയോട് പറഞ്ഞത്, രാജാവേ, കുഞ്ഞായിൻ എന്ന നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗത്ത് തന്നെ ജീവിക്കുന്ന മുസ്ലിം പണ്ഡിതനായ മഖ്ദൂമിന്റെ ശിഷ്യനായ കുഞ്ഞായി മുസ്ലിയാർ, അയാളൊരു മനോഹരമായ കാവ്യം രചിച്ചിട്ടുണ്ട് രാജാവേ. സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കുഞ്ഞായി മുസ്ലിയാർ വന്നു. മങ്ങാട്ടച്ചൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു കാവ്യം രചിച്ചെന്നൊന്നു പാടുമോ?
മഹാനരായ കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് അറ്റു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണനകളുടെ പുകഴ്ചകളുടെ പാട്ടുകൾ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഓളം തല്ലുകയാണ്. അവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, എത്ര മനോഹരം, എത്ര മനോഹരം, വളരെ ഭാഷാ വൈഭവമുള്ളയാൾ. കുഞ്ഞായി മുസ്ലിയാരുടെ പാട്ടിങ്ങനെ അധികരിച്ചതിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലി 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 നൂൽമദ്ഹിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി തീരുന്ന ഉടനെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഹൈന്ദവനായ സാമൂതിരി രാജാവ് എഴുന്നേറ്റു. കുഞ്ഞായി മുസ്ലിയാർ എന്ന മുസ്ലിം പണ്ഡിതന്റെ അരികിലേക്ക് വന്നു. രണ്ട് കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു. കുഞ്ഞായി, എത്ര മനോഹരമായ വരികൾ! നിങ്ങളുടെ പ്രവാചകനെ പ്രകീർത്തിച്ചെഴുതിയ ഈ വരികളുടെ മനോഹാരിത എത്രയാണ്! ആ മദ്ഹ് പ്രസിദ്ധീകരിക്കാനുള്ള പണം നിങ്ങൾക്ക് വേണോ? എന്റെ ഖജനാവിൽ നിന്നു തരാം. ഹൈന്ദവനായ സാമൂതിരി രാജാവാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള ആദ്യത്തെ സംഖ്യ നൽകിയത്. ഖജനാവ് തുറന്നിട്ട് അവർ ആവശ്യമുള്ളത് എടുത്തോ. നമ്മുടെ ഇടയിൽ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും ചരിത്രങ്ങളും ചിത്രങ്ങളും ഉണ്ട്. ഇന്നലകളിൽ നമ്മൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരാണ്. നമ്മളെ തമ്മിലടിപ്പിക്കാൻ, നമുക്കിടയിൽ വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ, അതിന്റെ മറവിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ മറച്ചുപിടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളിൽ നിന്നാണ് പോയത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ തളികയിൽ നിന്ന് സ്വർണ്ണക്കപ്പെടുക്കാൻ നേരത്താണ് മഹാനവറുകൾക്ക് തോന്നിയത്, ഇത് എനിക്ക് ഹലാലല്ല, ഇത് എനിക്ക് അനുവദനീയമല്ല, ഹറാമാണല്ലോ, എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ചോദിച്ചു, ആരാണു നീ? ഇങ്ങനെ വലിയ തളികയും ഇറക്കി ഇതിനൊപ്പം വന്നയാൾ ആരാണു നീ എന്ന് ചോദിക്കുന്ന ഉടനെ അതാ അശരീരി കേൾക്കുകയാണ്, അന റബ്ബുക യാ അബ്ദുൽ ഖാദിർ, ഞാൻ നിന്റെ റബ്ബാണ് അബ്ദുൽ ഖാദിറേ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റബ്ബോ, ഈ തളികയിൽ ഹറാമായ കോപ്പയാണല്ലോ നീ എന്റെ റബ്ബോ. അപ്പോഴാണ് ആ തളികയും കൊണ്ടുവന്ന അശരീരിയുടെ ശബ്ദത്തിൽ നിന്ന് വീണ്ടും കേൾക്കുകയാണ്, അതാ അഹ്ലൽതുക ബിമാ ഹറംതക യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറേ, നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയത് മുഴുവനും ഞാൻ ഹലാലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി, അല്ലാഹു തആല നിങ്ങൾക്ക് ഹറാമാക്കിയതിനെ ഹലാലാക്കി. കുടിച്ചോ, കാരണം നിങ്ങൾ ആരാണ്? ഔലിയാക്കളുടെ നേതാവ്, അതേ സുൽത്താനാണ് നിങ്ങൾ. ബാവാമുദൂവിന്ന് കുത്തുബായി വന്നോവർ. അറിയണേ മുഅ്മിനേ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളോടാണ് പറഞ്ഞത്, നിന്റെ റബ്ബാണു ഞാൻ. ഹലാലുകളെല്ലാം ഹറാമ, ഹറാമുകളെല്ലാം ഹലാലാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ സ്വരമൊന്ന് കടുത്തു, ആരാണു നീ? എനിക്കൊരു ഹറാമും ഹലാലാക്കി തരേണ്ടതില്ല. കാരണം എല്ലാ ഹറാമും എല്ലാ ഹലാലും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ ഉപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഉപ്പ ഇവിടെ ഹലാലാക്കിയത് എനിക്കും ഹലാലാണ്. ഉപ്പ ഹറാമാക്കി തന്നത് എനിക്കും ഹറാമാണ്. ഹറാമൊക്കെ ഹലാലാക്കാൻ വന്ന നീ ആരാണെന്ന് പറഞ്ഞു തരൂ. ആരാണ് നീ എന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലം ഹറാം ഏതാണ് ഹലാൽ ഏതാണെന്ന് തിരിച്ചറിയാത്ത കാലം. സാമ്പത്തിക ക്രമക്കേടുകളിലും തട്ടിപ്പുകളിലും പെട്ട് ക്യൂനെറ്റിലും അതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളിലും ട്രേഡ് ബിസിനസ്സുകളിലും ഒക്കെ പൈസ ഇറക്കിയിട്ട് ചതിവ് പറ്റിയ ചെറുപ്പക്കാരുടെ കണ്ണീരിന്റെ കാലാണിത്.
ആ കാലത്ത് നമ്മൾ കൽബിൽ കുറിക്കണം, ഔലിയാക്കളുടെ നേതാവല്ലേ, ഹറാമെല്ലാം ഹലാലാണ് എന്ന് പറഞ്ഞിട്ടാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മുന്നിൽ ആര് വന്നത്? ഇബ്ലീസ് വന്നത്. ലഅനത്തുല്ലാഹി അലൈഹി. ആലോചിച്ച് നോക്കൂ, ഇന്നെത്രയോ തട്ടിപ്പുകൾ അധികരിച്ച കാലമാണ്. സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥ പറയാതിരിക്കലാണ് നല്ലത്. എത്രയോ വീടുകളിൽ അവരുടെ സ്വപ്നമായി കരുതി വെച്ചിരുന്ന വലിയ തുകകൾ സ്മാർട്ട് വേയുടെ പേരിൽ, ആംവേയുടെ പേരിൽ നഷ്ടപ്പെട്ടതായിരുന്നു പഴയ ചരിത്രമെങ്കിൽ ഇന്ന് ക്യൂനെറ്റിന്റെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും ഒക്കെ പേരിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഇത്തരം സംരംഭങ്ങളിലേക്ക് എടുത്തിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മഹല്ലത്തുകളിൽ കാര്യപ്പെട്ട ഉസ്താദുമാര് ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ മഹല്ലിൽ താമസിക്കുന്നവരുണ്ട്. അവരോടൊന്ന് ചോദിക്കണം, ഉസ്താദെ ഇന്ന ഇടപാടിന്റെ ഈ കാണുന്ന കച്ചവടങ്ങളുടെയും ഇടപാടിന്റെയും ഒക്കെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്താണ്, നിയമം എന്താണ്? അത് പറഞ്ഞു തരാൻ പ്രാപ്തരായവരാണ് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഉസ്താദുമാർ. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ അവരോട് സംവദിക്കൂ, എന്നിട്ട് അത്തരം വിഷയങ്ങളിലേക്ക് ഇറക്കൂ. കാരണം നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നു പോകുന്ന സാധ്യതകൾ അധികരിച്ച കാലമാണ്. ഞാൻ വിശാലമാക്കുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത കണ്ടില്ലേ? ദിക്റും ചൊല്ലി നടക്കുന്ന നേരത്തും അവർ ചിന്തിച്ചു, ഇത് ഹലാലാണോ, ഇത് ഹറാമാണോ? ഔലിയാക്കളുടെ നേതാവല്ലേ, സകല ഹറാമും നിങ്ങൾക്ക് ഹലാലാണ് എന്ന് പറഞ്ഞപ്പോഴും അവര് പറഞ്ഞു, പറ്റൂല. എന്റെ പ്രിയപ്പെട്ട മോമിനെ, മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പ്രഖ്യാപനമല്ലേ, അതാ ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരേ, ഇബ്ലീസേ ചാച്ചി കിടത്തി അയച്ചോവർ. ഇബ്ലീസ് ആയിരുന്നു അതിന്റെ പിന്നിൽ, കെണിയായിരുന്നു. ഹറാമായ തളികയും കൊണ്ടുവന്നതാണ്, കോപ്പകളാണ് അതിലുള്ളത്. അത് കുടിക്കാൻ നേരമല്ലേ മഹാനവറുകൾ ചിന്തിച്ചത്, ഇത് ഹറാമാണല്ലോ, എനിക്കെങ്ങനെയാണ് അനുവദനീയമാവുക? അതേ, എല്ലാ ത്വരീഖുകളും എല്ലാ ആത്മീയ സരണികളും അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളതാണ്. അതിലൊന്നും ഒരു ഹറാമും ഹലാലായി കിട്ടൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് ഇബ്ലീസ് അതാ അവരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ചോദിച്ചു, എന്റെ മുന്നിൽ എന്തിനാണ് ഈ വേഷവും കെട്ടി വന്നത് നീ? അപ്പോഴാണ് പറഞ്ഞത്, തങ്ങളെപ്പോലെയുള്ള 60ഓളം വരുന്ന ഔലിയാക്കളെ പിഴപ്പിച്ചിട്ടുണ്ടേ ഞാൻ, ഇതുപോലെ പലതും പറഞ്ഞിട്ട് തന്നെയാണ്. ഔലിയാക്കളുടെ സ്ഥാനമെത്തിയവരെ 60ഓളം ആളുകളെ പിഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞ വിഷയം ഇന്നതാണ്, നിങ്ങളെ റബ്ബ് ഉയർത്തിയിരിക്കുന്നു, എല്ലാ ഹറാമും ഹലാലാണത്രേ. അത് കേട്ടപ്പോ അവരുടെ വിലായത്തിന്റെ പദവികൾ മറന്നു ചേർന്നവരുണ്ട്. അവരുടെ ഈമാനിനെ ഞാനങ്ങ് കെടുത്തിയിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? 60ലേറെ ഔലിയാക്കൾക്ക് എന്നെ മനസ്സിലായില്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മഹാനവറുകൾ പറഞ്ഞു, നിന്റെ ഒരു വർത്തമാനത്തിൽ ഹറാം എനിക്ക് ഹലാലാക്കി തന്നു എന്നല്ലേ നീ പറഞ്ഞത്? ആ വർത്താനത്തിൽ എനിക്ക് മനസ്സിലായി നീ എന്റെ റബ്ബൊന്നുമല്ല. ഇവിടെ ഹറാമിനെയും ഹലാലിനെയും ബയാൻ ചെയ്തത് എന്റെ ഉപ്പയാണ്. ആ ഉപ്പയുടെ വഴിയിൽ നടക്കുന്നയാളാണ് ഞാൻ എത്ര ഔലിയാക്കളുടെ പദവിയിലെത്തിയാലും ഒരു ഹറാമും എനിക്ക് ഹലാലല്ലെന്നറിയാം. എന്റെ ഉപ്പയുടെ ദീനാണ് എന്റെ കയ്യിലുള്ളത്. ആ ഒറ്റ വർത്തമാനം കൊണ്ട് നിന്നെ അളന്നുപോയി. എന്റെ മുന്നിൽ നീ കാണാൻ പാടില്ല. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരേ, ഇബ്ലീസെ ചാച്ചി കിടത്തി അയച്ചോവർ.
ഇങ്ങനെ ജീവിതത്തിന്റെ ഒരുപാട് വഴികളിൽ അള്ളാഹുവിനെ അവരുടെ ഹൃദയമായി ചേർത്ത് വെച്ച് ആ റബ്ബിന്റെ ദീനിലായി ലയിച്ച് ജീവിച്ച് ആ റബ്ബിനു വേണ്ടി അവരുടെ എല്ലാം നീക്കി വച്ചിട്ടാണ് ഈ മഹാന്മാരെല്ലാം അവരുടെ പദവികളിലേക്ക് കയറിയിരുന്നത്.